ആരുടെ രംഗത്താണ്? ഇങ്ങോട്ട് വാടോ. അയ്യോ കൈ പൊള്ളി. കിഴിച്ചട്ടി അകത്തി പിടിക്കണം. ഡോക്ടറിന്റെ അടുത്തിരുന്നാ മതി, എന്റെ അസുഖമൊക്കെ പമ്പ കിടക്കും. അതെ, മണ്ണാടിക്ക് മാറിനാണ് വേദന. കരത്തിൽ കേട്ടപ്പോഴേ കിഴിയാൻ ചൂടാക്കി. നിങ്ങളെ ആരാ ഇപ്പൊ കൂടി വിളിച്ചത്? പോടോ. പൊക്കോ താൻ പൊക്കോ. താൻ പോയില്ലേ? ഞാനും പോണോ? പോടോ. ഇനി കുറച്ചേരം ഞാനും കാണട്ടെ. അയ്യോ ഡോക്ടറെ, തലവേദന എടുക്കുന്നേ. അയ്യോ തലവേദന എടുക്കുന്നേ. ചൂട് കിഴിവൈ. എവിടാ വേദന? തലയ്ക്കാ വേദന. ഓ, തലവേദനക്ക് എന്തിനാ വയറ് പിടിച്ച് വലിക്കുന്നത്? തലയും വയറും കൊന്നാണോ? ഓ, ആറിലോളത്തിന്റെ പേര് കുറുന്തോട്ടിലരച്ച് കടുകണ്ണയും കാഞ്ഞിരക്കൊരു സമം ചേർത്ത് ഇപ്പൊ തരാം. കൂടെ കിഴിയും. ആടിനോടകം താത്തിന്റെ കുറുന്തോട്ടി അരച്ച് പിന്നെ കൊടുക്കും. അപ്പ കിഴിയോ? കൊണ്ടുപോയി തന്നെ അപ്പന് കൊടുക്കും. അയ്യോ എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് മതിയേ. ഡോക്ടർ എന്നെ പരിശോധിച്ചു. ഡോക്ടർ ഇളയ അനിയനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എനിക്ക് വയ്യേ. എന്താ പോണോ? പോയി എന്റെ എന്തോ ഒന്ന് കളഞ്ഞു പോയി. പുറത്തേക്ക് എന്താ വേദന? എവിടെ? ദേഹം ആസകലം വേദന. ഞാനിവിടെ ഇരിക്കാം, വരൂ. അയ്യോ, എന്താ പട്ടി മോങ്ങുന്നത്? അതോ അത് പട്ടി മോങ്ങുന്നതല്ല കുഞ്ഞേ, ചില ആണുങ്ങൾക്കുണ്ടാവുന്ന അസുഖോ. എന്റെ മന്നാടി ഭഗവതി മൂന്നും കൂടെ മോങ്ങി മോങ്ങി എന്തോ വരുത്തി വെക്കുവോ എന്തോ. അയ്യോ ഈശ്വരാ, ഈശ്വരാ. വരൂ, വേഗം വരുന്നേ. ഈശ്വരനെ വിളിച്ചോ? തേ വന്ന് നിൽക്കണു പണ്ടാറടങ്ങാൻ. ഞാൻ വിളിച്ചത് ഈശ്വരനല്ല, പിശാചിനെയാ. ഒന്ന് പോടോ, ഒന്ന് വേഗം പോകാം. അയ്യോ തീ ഇവിടെ തന്നെ മൂത്ത മന്നാടിയാർ വിളിക്കുന്നു. കിഴി പിടിക്കാനായിരിക്കും. പോയി കിഴിക്കോ. അല്ല, കിഴി എവിടെ വെക്കണം? നല്ല ചൂടുണ്ടാ? പിന്നെ നല്ല ചൂടുണ്ട്. എന്നാ തൽക്കാലം ചട്ടിയിലിട്ട് നിന്നെ ഞാൻ വറക്കും. കൂടെ എന്താ എന്ത് ഇവിടെ വൈനിക്കാ. എന്ത് പറ്റി? ഈ അസുഖം നേരത്തെ വന്നിട്ടുണ്ടോ? പണ്ട് എന്റെ ഭാര്യ പുഷ്പവല്ലി ഉണ്ടായിരുന്നപ്പോ വന്നോണ്ടിരുന്നതാ. ഇപ്പൊ പിന്നെ ഡോക്ടർ വന്നപ്പോ വീണ്ടും തുടങ്ങി. പരിശോധിച്ചോളൂ നിർത്താതെ പരിശോധിച്ചോളൂ. പരിശോധിക്കുമ്പോ എന്താ ഒരു സുഖം. അസുഖം എനിക്ക് മനസ്സിലായി. ഇതാ ഇത് കഴിച്ചാ മതി. അങ്ങനെ ഒരു ഗുളി കൊണ്ട് മാറുന്നു എന്നല്ല ഈ കിട്ടം. ഡോക്ടർ, എന്റെ നെഞ്ച് വേദനിക്കുന്നേ. അതാർക്കാ പുതിയൊരു വേദന? വക്കീലിന്. അവന്റെ നെഞ്ച് പൊട്ടി പൊളിഞ്ഞു പോണേ. അങ്ങോട്ട് പോട്ടെ. ഡോക്ടർ ഇവിടെ നിക്ക്. അയ്യോ, രോഗി വിളിച്ച പോകാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ വരാം. വരണേ? വരാം. വരില്ലേ? വരാന്നേ. ആ മന്നാടിയാമാർ വടിയാവോ? ആർക്കറിയാം. ഓരോ ഉറക്ക ഗുളിക വീതം കൊടുക്കാല്ലേ പറഞ്ഞത്? 5 എണ്ണത്തിൽ ബാക്കി 2 എണ്ണം എവിടെ? അതും ചെലവായി. എവിടെ ചെലവായി? പോലെ ആളുടെ വള്ളക്കരക്ക് പോവോ? ഇക്കരെ അക്കരക്കല്ലാതെ പിന്നെ ഇക്കരക്ക് പോകാൻ പറ്റുമോ? ചക്കര ചൂടാവല്ലടാ. ഇതേതാ? പഞ്ചീര ഡ്രൈവറാ? പോടാ. നീ ഏതാടാ ഇർക്കാ? നിന്റെ പ്രസവം ഞാൻ എടുത്തിട്ടില്ലല്ലോ. അതിന് ഞാൻ പ്രസവിച്ചിട്ടില്ലല്ലോ. നിന്റെ അല്ലടാ, നിന്റെ തള്ളയുടെ. തള്ളക്ക് പറഞ്ഞല്ലോ. പറഞ്ഞാ നീ എന്റെ അയ്യോടാ. വഞ്ചി വിടെ. അവന്റെ ആ കൂട്ടുകാരനോട് ചോദിച്ചാൽ അറിയാം അവൾ അവന്റെ എത്രാമത്തെ ഭാര്യയാണെന്ന്. അതാണ് വകുപ്പ്. തേടി വള്ളി കാണിച്ചുട്ടി എതിലേ പോയാലും പറ്റില്ലല്ലോ. ഇവിടെ പോയി എനിക്ക് വയ്യ ഇനി ഈ തീക്കളിക്ക്. ഞാൻ ഇവിടുന്ന് പോവുക. എന്നെ കാണാതെ നിനക്കല്ലേ ഒരു നിമിഷം പോലും ജീവിക്കാൻ വയ്യാത്തത്? 2 വഞ്ചി കൂടെ കാലി ഔട്ടാ എനിക്ക് വയ്യ. അപ്പൊ ഭാര്യയാണല്ലേ? ക്ഷമിക്കണം. ഒളിഞ്ഞു നോക്കുന്നു. ഞാൻ ഒരു കാര്യം ഒന്നും പറയണ്ട. നിന്റെ മോന്തെ ശരിയാക്കി തരാം. ഈ വശത്തെ ചെവി പഞ്ചറായി.
ഇവിടെ ഉണ്ട്. ഇന്ന് ചെവി, നാളെ മൂക്ക്, മറ്റന്നാ കണ്ണ്. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നിന്റെ അവയവങ്ങൾ ഓരോന്നായി ഫ്യൂസ് ആയിക്കൊണ്ടിരിക്കും. സൂക്ഷിച്ചോ ഈശ്വര. മൂത്ത ഇളകി ഇളയതിന് ആണ്ട് എല്ലാത്തിനും ഇളകി പോ. ഒരു വക്കീലിന് ആവശ്യം തെളിവുകളാണ്. തെളിവുകളില്ലാതെ താൻ ഇത്രയ്ക്ക് തരം താഴ്ന്നു പോയല്ലോടോ. സ്വന്തം പെങ്ങടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നോ വൃത്തികെട്ടവനെ. ഇവന്റെ മർമ്മടിച്ച് മൂളിക്കട്ട വക്കീലേ. ഒന്ന് കളയും പന്നികളെ. ഇവിടെ മനുഷ്യൻ മർമ്മം പോഞ്ഞ് നിൽക്കുമ്പോഴാണ് അവന്റെയൊക്കെ സദാചാരം പ്രസംഗിച്ച്. കൊലച്ചടാ. കൊളിച്ചോ? ഏതു വാഴ? കൊലച്ചതല്ല, ആ പുഷ്പവല്ലി നമ്മളെ തൊലച്ചു. അവരിപ്പോ ആർച്ച അവർ അനിയനെ കൊണ്ട് കെട്ടിക്കാൻ പോവുക. എടാ പിടിച്ചപ്പ കഴുത്ത് ഞെരിക്കാത്തോണ്ടല്ലേ ഇളകിയപ്പ തിരിഞ്ഞു കടിച്ചത്. എനിക്ക് അന്നേ അറിയാം ആ തള്ള എന്തെങ്കിലും വിഷം ചീറ്റോന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവര് ചീറ്റട്ട മാധവ. പാമ്പിന് പാമ്പ് തന്നെ വിഷം. നീ കണ്ടോ? മോളെ ഒന്ന് നിന്നേ. ഈ നാത്തും മോക്കര ചെക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് 10 മാറ്റാ പൊന്നു മോളെ അവന്റെ മനസ്സ്. ശരീരവും 11 മാറ്റും. ആ മനസ്സ് ഈ നാത്തു മാത്രമേ ഉള്ളൂ. നിക്കൂ, ആരാൻ ചോദിക്കൂ. ആരാ? എന്റെ പൊന്നാങ്ങള ആരോമൽ. കണ്ണാ ആരോമലേ. എന്തോ ഇതാ നിനക്കായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടോ, പ്രേമത്തിന്റെ പര്യായമായ നേന്ത്രക്കൊല പഴം. കല്ലട കഴുതേ. അവള് പോയടാ കുരങ്ങ. പോയോ? ആർച്ചേ. അതെ, ആരോമലിന്റെ മനസ്സിൽ മാത്രല്ല ഏട്ടത്തി, എന്റെ അനിയന്റെ മനസ്സിലും കുഞ്ഞുനാള് മുതലേ കുടിയിരിക്കുന്നത് ഈ ആർച്ചക്കുട്ടിയാ. ശിവ ശിവ. ആ, എല്ലാരും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണത്. ആർച്ച കോമലിനുള്ളതാ. കോമലിന്. കോമളാ എത്തിപ്പോയി. മാടാ നിൽക്കുന്നത് നിന്റെ ആർച്ചക്കുട്ടി. നിനക്ക് വേണ്ടി എന്തെല്ലാം നേർച്ച നേർന്നുവെന്നറിയാമോ? ഐ ലവ് യു. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു മൂന്തം. ഇതെന്താ ഇങ്ങനെ? നിക്ക്, ഞാൻ ശരിയാക്കാം. ആർച്ചക്കുട്ടി കെട്ടിപ്പോ നടക്കുവോ? എനിക്ക് എന്റെ പന്തല് പൊളിക്കണം. എന്റെ കഞ്ഞുകൂടി മുട്ടിക്കല്ലേ വക്കീലേ. തനിക്ക് മുട്ടാൻ പോകുന്നതല്ലേ ഉള്ളൂ. എന്റെ മുട്ടി കിടക്കുവാടോ. താൻ പുറകെ വരുന്ന വീരേന്ദ്ര കുണ്ടിനോട് ചോദിക്കും. പന്തല്. അതെ, ഒന്നുകിൽ പെങ്ങള് കെട്ട്, അല്ലെ പെങ്ങളെ കെട്ടിക്ക്. എനിക്ക് എന്റെ പന്തല് പൊളിക്കണം. നിന്റെ മുളപ്പന്തലിന് വേണ്ടി കണ്ട മരംകൊണ്ട് എന്റെ മകളെ കെട്ടിക്കണോ? അയ്യടാ, പന്തല് പൊളിഞ്ഞില്ല. എന്താ മോന്ത പൊളിഞ്ഞു കിട്ടിയില്ലേ? അതെ, ആ മുല്ലപ്പന്തൽ അഴിച്ചു മാറ്റിയിട്ട് മരണപ്പന്തലിട്. അവളെ കെട്ടാൻ വന്ന ചെക്കന്മാരെ കണ്ട അവള് തൂങ്ങി ചാവും. എന്ത് പാടോ? അതെ, ഉപ്പുമുളകൊക്കെ പാകത്തിനേ പാടുള്ളൂ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതെനിക്ക് കോപ്പറിയാം. വക്കീലേ, എന്തേ? ഇത് പഴിക്കാനും പറ്റില്ല ഉടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എന്താ മുണ്ടോ? അല്ല എന്റെ പന്തൽ. എന്താ ഇതൊന്ന് പൊളിക്കാൻ പറ്റുക? താൻ തിടുക്കം കൂട്ടാടോ. തനിക്ക് പൊളിച്ചാ പോരെ? പൊളിക്കാം. ആർച്ചക്കുഞ്ഞൊരു ചെറുക്കനെ ഈ കലിയുഗം അവസാനിക്കും മുമ്പ് കിട്ടുമോ എന്റെ ഈശ്വര? ചെറുക്കനല്ലടോ പാപ്പാൻ. ഞാനോ അനാവശ്യം പറഞ്ഞല്ലോ. അടങ്ങാനായി അവിടെ ഇരിക്കണോ? ഇത് പിടിച്ചാൻ ആ. ചോറുകളുടെ എടുക്ക്. എണീറ്റോ അവിടുന്ന്. താൻ ആരാ ഇവിടുത്തെ? ഞാൻ ആരാന്ന് തനിക്ക് അറിയില്ലെങ്കിൽ താൻ പോയി ഇവിടുത്തെ രാജേന്ദ്ര മണ്ണാടിയോട് പോയി ചോദിക്കുക. ഞാനും സേതൊക്കെ ഇവിടുത്തെ ബന്ധുക്കാരാ. ബന്ധു വീട്ടിൽ ഒരു കെട്ട് നടക്കുമ്പോ ഊണ് കഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഊച്ചാളിയോട് ഊളത്തരം കാണിച്ചാ ഊര് കാണത്തില്ല. ഊര് ഉരുളെ അറിയാത്ത ഊള നീയാ. എന്നാ കേട്ടോ, ആർച്ച മോളെ കെട്ടാൻ നല്ല 10 മാറ്റുള്ള ചെറുക്കം വരാൻ പോണു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ സേതുരാമ. ഇതിനല്ല കൂത്ത്. ചേച്ചി പറയണ കേട്ടാ തോന്നും ഞാൻ മറക്കൂന്ന്. അപ്പൊ പിന്നെ ഞാൻ മറക്കുന്നാണോ? എന്നാ ഞാൻ മറക്കാം. ആരും മറക്കില്ല. പോരെ, ഇനി അതിനു വേണ്ടി 3 പേരോട് ഒരു കൊത്തുകൂടണ്ട. നമ്മുടെ എല്ലാം ലക്ഷ്യം ഒന്നാ, ആർച്ച ഒതുക്കുക. സേതുരാമാ, എന്താ? ഒതുക്കാൻ പുതിയൊരാള് വരുന്നടാ. അപ്പൊ നമ്മൾ ഒതുക്കാരുടെ ബലം കൂടിയല്ലേ? ആരൊതുക്കേണ്ട കാര്യം പറഞ്ഞേ? ആർച്ച അയ്യേ, ആർച്ചയല്ല നിന്നെ. ആർച്ചയെ പെണ്ണ് കാണാൻ പുതിയൊരു ചെറുക്കൻ വരുന്നു. ഇറങ്ങി ഇറങ്ങി. നിന്നാട്ടെ. ആരാ? മന്നാടിപുരത്തെ തമ്പുരാൻ. അപ്പൊ നമ്മളാരാ? ഈ വേഷം കണ്ടിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലേ മനസ്സിലാക്കി തരാം. വേണ്ട. ചാകാൻ പോകുന്നവരോട് നമ്മൾ കുറച്ച് മര്യാദ കാണിക്കും. ചാകാൻ പോവുക. ഞങ്ങൾ ആർച്ച പെണ്ണ് കാണാൻ പോവാ. രണ്ടും ഒന്ന് തന്നെ. മന്നാടിയാർ പെണ്ണിനെ പെണ്ണ് കാണാൻ ചെന്നവരൊന്നും ശവമാകാതിരുന്നിട്ടില്ല. എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ കിടന്ന് ചത്താൻ ഞാനാ സമാധാനം പറയേണ്ടത്. പോകുന്നതിന് മുമ്പ് അടയാളം കാട്ട്. മനസ്സിലായില്ലേ? ശരീരത്തിൽ വല്ല കാക്കപ്പുള്ളിയോ മറുകോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ. എന്തിനാ? എന്തിനാണെന്നാ? 3-ാം നാൾ മന്നാടി പുഴയിൽ ചത്തുനാറി പൊന്തുമ്പോ ഞാനെങ്ങനെ തിരിച്ചറിയും? കാണിക്കണ കാക്കപ്പുള്ളി. വേണ്ട. കാള പെട്ടെന്ന് കേട്ടപ്പം പാല് ഇറക്കാൻ വേണ്ടി കയ്യിൽ എണ്ണയും തേച്ചങ്ങ് ഇറങ്ങിയല്ലേ. മന്നാടിയന്മാരുടെ ആചാരങ്ങൾ പഠിച്ചിട്ട് പോരെ പെണ്ണ് ചോദിക്കാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നു. എന്താ ആചാരങ്ങള്? മന്നാടിയന്മാരുടെ ആചാരങ്ങൾ പഠിക്കാൻ ഒരു പകലൊന്നും പോരാ. എന്നാ നമുക്കൊരു മുറി എടുത്ത് പഠിപ്പിക്കാം. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞങ്ങൾ തളിപ്പറമ്പ് തമ്പ്രാക്കൾ. ചെളിപ്പറമ്പ് തമ്പ്രാക്കളോ? ചെളിപ്പറമ്പല്ല, തളിപ്പറമ്പ് തമ്പ്രാക്കൾ. തളിപ്പറമ്പ് തമ്പ്രാക്കൾ ആരാ? തളിപ്പറമ്പ് തമ്പ്രാക്കൾ. ഛേ,
ഓലത്തിരിയുടെ പടവാൾ സൂക്ഷിപ്പുകാരാ അവര്. എന്തുകൊണ്ടും നമ്മൾ മന്നാടിയന്മാരെക്കാൾ അവസ്ഥയും പദവിയും ഉള്ളവരാ അവര്. വെറുതെ കയറി അങ്ങ് പെണ്ണ് കാണാൻ ക്ഷണിച്ചാ പോരാ, അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് ആദരിക്കണം. വന്നാലോട് അവർ പാലെടുത്ത് മേശപ്പുറത്ത് വയ്ക്കും. മൂത്ത ചേട്ടൻ ആ പാലെടുത്ത് കുടിക്കണം. എന്തൊരാചാരം! ഇനി അവര് മുണ്ട് വെക്കി കാണിക്കണമെന്ന് പറയൂ. വേണം വേണം വേണം. ചെക്കനെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടാൽ പെണ്ണിന്റെ മൂത്ത ജ്യേഷ്ഠൻ മുണ്ട് വെക്കി കാണിക്കണം. അത് വേണം. ആർച്ചമോടെ കല്യാണം നടക്കണോ? പൊക്കണം. ഒരു സംശയമുണ്ട്, ഏതുവരെ പൊക്കണം? കളിപ്പറമ്പ് വരെ പൊക്കണം. നിർത്തണോ, നീ പറ. പിന്നെ പെണ്ണിന് ഒന്നിൽ കൂടുതൽ സഹോദരന്മാരുണ്ടെങ്കിൽ ഉം. രണ്ടാമത്തെ ചേട്ടൻ പാലെടുത്ത് പട വെട്ടണം. അത് ബുദ്ധിമുട്ടാവും. അത് വേണോ? നമ്മുടെ ആർച്ചയ്ക്ക് വേണ്ടിയല്ലേ വെട്ടണം. വെട്ടും. നീ പറ. ആ അപ്പ ചെക്കൻ ഇറങ്ങി ഓടും. വിടരുത്. പിന്നാലെ ഓടി അവനെ പിടിച്ചു കെട്ടി കീഴടക്കണം. അതെന്തിനാ അടക്കുന്നത്? കീഴടക്കണം. പെണ്ണിന്റെ വീട്ടുകാർക്ക് ചെക്കൻ എന്നും കീഴടങ്ങി നിൽക്കും എന്നതിന്റെ ആദ്യത്തെ ആചാരമാണ്. നമ്മൾ മന്നാടിപുരം മന്നാടിയാന്മാർക്ക് എന്തുകൊണ്ടും ചേരുന്ന ബന്ധമാണ് തളിപ്പറമ്പ് തമ്പ്രാക്കൾ. തളിപ്പറമ്പ് തമ്പ്രാക്കൾക്ക് നമ്മുടെ പടിപ്പര തുറന്നു കൊടുക്കടാ. ആ, അവിടെ കഴുതേ, അവിടെ. അപ്പൊ ആചാരങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചെന്ന ഉടനെ ഒരു കള്ളു ഉപ്പിയെടുത്ത് മേശപ്പുറത്ത് വെക്കുക. ചെക്കൻ പെണ്ണി ചോദിച്ചു ചെല്ലുമ്പോ മന്നാടിയാന്മാർക്ക് നേദിക്കാനുള്ള കള്ള. അതാണ് ആചാരം. അയ്യോ, നമുക്ക് ഈ ആചാരങ്ങളൊക്കെ വേണോ അമ്മാവ? വന്ന സ്ഥിതിക്ക് പെണ്ണ് കാണല് നടക്കട്ടെ അല്ലേ? അതെ 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 അതെ. ഇനി അതിനുശേഷം പെണ്ണിന്റെ ആംഗളമാർ ആരെങ്കിലും മുണ്ടുപോക്കി കാണിച്ചാൽ പിന്നെ അവിടെ നിൽക്കരുത്. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോണം. മുണ്ടുപൊക്കി കാണിക്കില്ല. അത് എവിടുത്തെ ആചാര? അത് ആചാരല്ല, അപായമാണ്. ചെറുക്കന് ഇഷ്ടമല്ലെന്ന് പറയുന്നതിന് പകരം മുണ്ടുപോക്കി കാണിക്കും. അപ്പ സ്ഥലം വിട്ടോളണം. ഓടിയില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവളെ ബലമായി തട്ടിക്കൊണ്ടു പോകുമെന്നാണ്. പിന്നെ യുദ്ധമാണ് തമ്പ്രാക്കളെ, യുദ്ധം. അല്ല, ഇതൊക്കെ എവിടുത്തെ ആചാരങ്ങളാ? പറഞ്ഞാലും കേട്ടാലും വല്ലവരും വിശ്വസിക്കോ? തങ്കപ്പെട്ട ഒരു പെണ്ണിനെയും എണ്ണിയാലൊടുങ്ങാത്ത സ്വത്തും വേണോ? അത് വേണം. എന്നാൽ ഈ ആചാരങ്ങളൊക്കെ പാലിച്ചേ പറ്റൂ. നമസ്കാരം. വരിക, ഇരിക്കുക, ഇരിക്കുക. നമസ്കാരം നമസ്കാരം. ആ എടുക്ക. അണ്ണാ, അവര് ചടങ്ങ് തുടങ്ങി. ചെല്ലു കുടിക്ക്. കുടിക്കണോ? അതിനെന്താ, പാലല്ലേ? ചെല്ലേ. ഈശ്വര, ഓ, അതെടുത്തോളൂ. അഗ്നിദേവ. ഈ പാലിന് എന്താ ഇത്ര പുളിപ്പ്? അത് തളിപ്പറമ്പിൽ നിന്നലേ പുറപ്പെട്ടതല്ലേ, അതാ പുളിപ്പ്. അച്ഛാ, ഭയങ്കര കള്ളുടിയന്മാരാ. നോക്കി, പാല് കുടിക്കുന്ന പോലെയല്ലേ കള്ളു കുടിക്കുന്നത്. ആചാരങ്ങൾ പാലിക്കാനുള്ളതാ, നിഷേധിക്കാനുള്ളതല്ല. എന്തൊക്കെയായാലും ആചാരങ്ങൾ മുടക്കരുത്. ഓ, ചെറുക്കനെ പിടിച്ചോ? പിടിച്ചു. എന്നാ പിന്നെ ആചാരം വിടണ്ട. എന്ത് മുണ്ട് മുണ്ട് മുണ്ടാ? മുണ്ട് പൊക്കണം. ഞാൻ പൊക്കണ? ഉം. നീ പൊക്ക്. മൂത്താള് ചേട്ടനല്ലേ, പൊക്കിക്കോ. ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഈശ്വരൻ. ആർച്ചക്കുഞ്ഞിന്റെ വിവാഹമാണ് മുഖ്യം. ഈ ചടങ്ങ് നിർവഹിക്കാൻ മൂന്നാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട, ഞാൻ ചെയ്യാം. യുദ്ധം തുടങ്ങ്. ലീലാമണി കൊണ്ടുവാ. അച്ഛാ, അമ്മാവ, എല്ലാവരും ഓടിക്കോ. അയ്യോ. അയ്യോ. നിക്കടാ അവിടെ. എടാ, നിക്കാൻ. പിടിക്കടാ ഇവരെ. എടാ, ഇവരെ പിടിക്കാൻ. പിടിക്കടാ അവരെ. എടാ, പിടിക്കാൻ. ഇവരെന്തിനാ ഓടുന്നേ? ഇഞ്ചി നിന്ന് കൊരങ്ങിനെ പോലെ നോക്കുന്ന കണ്ടില്ലേ? മന്നാടിപുരം മന്നാടിയന്മാരുടെ കുടുംബ വക്കീലാണ് പോലും. ദേ വന്ന് നിൽക്കുന്നു തോറ്റു തൊപ്പിയിട്ട്. ആരാടോ തനിക്ക് ഈ ബിരുദം തന്നത്? ഇന്നലെ വന്നവൻ കേസുകൾ ഓരോന്നായി ജയിക്കുന്നു. എന്തിനു പറ്റും തന്നെ കൊണ്ട്? എന്നാ ഞാൻ പോയി പൂത്തിരി കത്തിച്ചിട്ട് വരാം. നിക്കേ, ഇനിയെങ്കിലും അയാളെ ഇവിടെ നിന്ന് ഓടിക്കാൻ തന്നെ കൊണ്ട് പറ്റോ? പറ്റും. ഈ ഈശ്വരനെ അത് പറ്റൂ. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്നല്ലേ. പിന്നെയാണ് ഇന്നലെ വന്ന ഈ സേതുരാമൻ. അവനെ ഞാൻ ആര്? മന്നാടിയന്മാരും പിന്നെ 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 ആർച്ചയുടെ ആളും. ഈർച്ചവാള. ആർച്ചയുടെ ആള് സേതുരാമൻ. എടി, ഓടിക്കേറി വന്നവൻ ഓണസത്തെ വളർന്നോടി. മണ്ണുഞ്ഞാരി എന്നോ പെണ്ണിനെ കൊണ്ടുപോയി. താനൊന്നും അറിഞ്ഞില്ലടാ കാല. അയ്യോ. അതാര്? ഇവിടെ? അയ്യോ, ഞാനിപ്പോ പോവും. അല്ല, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയായിരുന്നു. ഈശ്വരൻ വക്കീൽ. ഞാനിവിടെ ഉണ്ടേ. മൂവാണ്ടപ്പ വെട്ടട്ടെ. സേതു, ഇവനെ കേസ് കെട്ടുപുറയുടെ 7 അയൽവക്കം തടിപ്പിക്കരുത്. അത് ഞാൻ ഏറ്റു. ചുമ്മാതല്ല പ്രായമാവുന്നതിന് ഭാര്യ എത്തിയത്. എന്താ പറഞ്ഞേ? ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു. ഈ വക്കീൽ പറയുകയാണ് ചുമ്മാതല്ല പ്രായമാകുന്നതിന് മുമ്പ് ചാകാൻ പോകുന്നതെന്ന്. എടാ, അയ്യോ. ഇപ്പൊ സുഖണ്ട്. അപ്പൊ വേദന വേദന മാറി.
ഞാനേ ആ മുറ്റത്ത് പോയി ഒന്ന് കാറ്റ് കൊള്ളട്ടെ. അപ്പൊ മൂവാണ്ടമ്മാവ് ആ മൂവാണ്ടം മാവ് വെട്ടി ഇവനെ അങ്ങോട്ട് ദഹിപ്പിക്ക്. ബാക്കിയുണ്ടെങ്കിൽ അവന്റെ അച്ഛന്. വലിയ തട്ടിപ്പോയി. ആ സ്ഥാനത്തേക്ക് കയറി പറ്റാമെന്ന് ഒരു നിമിഷം ആഗ്രഹിച്ചു പോയല്ലേ. വരൂ. കോരിച്ചൊരിയുന്ന മഴ. മഴ പെയ്യട്ടടോ. കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ്. എന്നിട്ട് ഒതേരൻ വാതിൽ തള്ളി തുറന്നു. ആ. മുന്നോട്ട് വന്നു. ചിലങ്കയുടെ ശബ്ദം. ടീ, 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 നിർത്താൻ. ടീ, ടീ. നിർത്താൻ. നിർത്തി. അയ്യോ, കിഴി നിർത്താനല്ലോടോ പറഞ്ഞത്. പിടിച്ചു നിർത്താൻ. എരണം കെട്ട വക്കീല്. താനോ? ഞാനല്ല, ആ സേതുരാമൻ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കണു. ആർച്ചയുടെ അനുവാദമില്ലാതെ ഒരു പെണ്ണി തിരുമുറ്റത്ത് കാലുകുത്താൻ പാടില്ല എന്നുള്ള നിയമം ആ കൊസ്രാക്കൊള്ളി കോന്തൻ സേതുരാമൻ വക്കീല് ലംഘിച്ചിരിക്കുന്നു. പോയി നോക്കിയാട്ടെ. അതുവരെ കിഴി എനിക്ക് പിടിച്ചാട്ടെ. ഇത് ഡോക്ടർ മഞ്ജു MBBS, മന്നാടിയാന്മാരുടെ കുടുംബ ഡോക്ടർ. എന്നു മുതൽ? ഇന്നു മുതൽ. അത് തീരുമാനിക്കാൻ ധ്യാനടാ. അതെ, പുറന്തോട്ടി വൈദ്യൻ ഇതിനകത്ത് ഇടപെടണ്ട. ഇതുവരെ ഉള്ളവർ മാത്രം സംസാരിക്കേണ്ട കാര്യമാണ്. വക്കീലേ, ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് എല്ലാരും ഉണ്ട്. ആവശ്യത്തിനല്ല, അനാവശ്യത്തിന് ഒരുപാട് പേരുണ്ട്. ആനക്കാരനും അരുവപ്പുകാരനും ഗുമസ്തനും വൈദ്യരും വക്കീലും എല്ലാവരും ഉണ്ട്. മന്നാടിയാന്മാരുടെ അന്തസ്സും ആരോഗ്യവുമാണ് എന്റെ ലക്ഷ്യം. അത് നിസ്സാരമാണെന്ന് ആരെങ്കിലും കരുതിയാൽ വെച്ചേക്കിലും ഞാനവരെ. ഇന്നലെ ഗജേന്ദ്ര മന്ന വന്ന പോലെ രക്കിട്ടം വീരേന്ദ്ര മന്നാടിയാർക്ക് വന്നാൽ വരില്ല. വരില്ല. വരും വരും വരും. വരില്ല വരില്ല വരില്ല. ഇതുപോലെ രക്കിട്ടം മർമാണിയുടെ കിഴി കൊണ്ട് തീർക്കാവുന്ന കരുതുന്നുണ്ടോ? മന്നാടിയാമാരെ തീർക്കാവുന്ന നീയും കരുതണ്ട. ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനമെന്നാണല്ലോ പഴഞ്ചൊല്ല്. അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ല. ഉണ്ട്. ഗജേന്ദ്ര മന്നാടി അകത്തുണ്ടോ? ഉണ്ട്. ഉണ്ടോ എന്തേ പഴഞ്ചൊല്ല്? വാടോ. ഹലോ, എന്റെ ഈ പാര തടയാൻ തന്റെ കട്ടപ്പാരയ്ക്ക് പറ്റൂല ഈശ്വര. നമുക്ക് നോക്കാം ഈശ്വര. ഡോക്ടർ വന്നട്ടെ വന്നട്ടെ. ഇൻഫീരിയർ കോംപ്ലക്സ് കം പാരാലിസിസ്. എന്റെ അമ്മേ. എന്താ വക്കീലെ? പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം ഹൗസിംഗ് കോംപ്ലക്സ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണോ? അതെ. മൈ ഗോഡ്. എങ്കിൽ ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എന്താ വക്കീലെ പറ. ഓ, എനിക്കതിന് ശക്തിയില്ല, ഞാൻ പറയില്ല. എനിക്ക് കേൾക്കാൻ ശക്തിയുണ്ട്. വക്കീല് പറ. ഞാൻ പറയാൻ പോവാണ്. അവസാനം ഞാൻ പറഞ്ഞെന്ന് പറയരുത്. അയ്യോ, ഞാൻ പറയില്ല പറയില്ല. വക്കീല് പറ. ഞാൻ എങ്ങനെ പറയും? പറയാതിരിക്കും. അങ്ങയുടെ രക്തം ദിനം പ്രതി ആവിയായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനൊരു രോഗം ഈ ലോകത്തില്ല. എന്നാര് പറഞ്ഞു? ഇത് ഈ വർഷം റിലീസായ രോഗമാണ്. തന്നെ ലോ കോളേജിൽ മെഡിസിൻ ആണോ പഠിപ്പിച്ചേ? ഇതറിയാൻ മെഡിസിൻ ഒന്നും പഠിക്കണമെന്നില്ല. കോമൺ സെൻസ്. ലോയും മെഡിസിനും തമ്മിൽ കൂട്ടിക്കൊടുത്താലുള്ള ശിക്ഷ എന്താണെന്നറിയോ? അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാരോഗിയാണ് മന്നാടിയാർ. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിൽ വെച്ചാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹ്യൂമാനിറ്ററി കൺസിഡറേഷൻ വേണം. അവിടെ ഇരുന്നാട്ടെ. ഡോക്ടർ, ഒരു നിമിഷം. ഇനി എന്ത് ചെയ്യും? ചികിത്സയുണ്ട്, പക്ഷെ കാലതാമസം വരും. കാലൻ വരുമെന്നോ? കാലം വരുമെന്നല്ല, കാലതാമസം. അയ്യോ അയ്യോ. പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ കൂടെ താമസിക്കും. എന്റെ കൂടെയാ? അല്ല. പിന്നെ എന്റെ കൂടെയോ? അല്ല, പിന്നെ ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കും. ഈശ്വരാ. എടോ, വിളിച്ചത് കേട്ടില്ലേ? ഓ, എന്നെയാണോ? ഞാൻ വിചാരിച്ചു ഒറിജിനൽ ഈശ്വരനെയാണെന്ന്. എടോ, മുറി കാണിച്ചു കൊടുക്കണോ? കയ്യിലെ മുറിവാണോ കാലിലെ മുറിവാണോ? തന്റെ മുറിവല്ല, ഡോക്ടർക്ക് മുറി കാണിച്ചു കൊടുക്കാൻ. ഓ, റൂമാ. വരൂ. ഞാനിനി എന്താ ചെയ്യാ വക്കീലേ? എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? സംശയമുണ്ട്, ഇങ്ങോട്ട് നോക്ക്. എന്താ എന്താ? ബന്ധുക്കളെ കറിക്കാറായോ? അതൊന്നും ഇപ്പൊ വേണ്ട, പറയാം. അണ്ണാ, ഞങ്ങളെ വിട്ട് പോവേണോ? ആർച്ചക്കുഞ്ഞേ, അവള് ലേഡിയുമല്ല ഡോക്ടറുമല്ല, അവന്റെ ഭാര്യയാണ്. കൂട്ടുകാരിയെ കൂടെ പാർപ്പിക്കാൻ വേണ്ടി നുണ പറഞ്ഞു കയറ്റിയതാ. എന്റെ ഭഗവതി, നീ ഇതൊന്നും കാണുന്നില്ലേ? ചെങ്കോട്ട വീട്ടിൽ സേതുരാമൻ നിന്നെ പാഠം പഠിപ്പിക്കാൻ പോകുന്ന ഏത് വിധത്തിലാണെന്ന് കണ്ടോ? അമ്മേ പതിനാളി. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അല്ലടാ. കൊമ്പനാനെ ഉള്ളിടത്ത് കുഴിയാനെ മതിക്കണ്ട. നോക്കിയും കണ്ട് നിന്നില്ലെങ്കിലേ ഈ സേതുവിന് ഒരു ഒറ്റ പാരമതി നിന്നെ പുറത്താക്കാൻ. മനസ്സിലാക്കിക്കോ. ഈശ്വരനെ പാര വെച്ചാലുണ്ടല്ലോടാ, നിന്നെ ഞാൻ വെടി വെച്ചോടാ. ഒറ്റ വെടിയല്ല, ഡബിൾ വെടി. നീ സൂക്ഷിച്ചോ. അയ്യോ, കരിക്ക്. അകത്ത് കേളിയോട്ട് തുടങ്ങി. ആര്? മണ്ണ് കൊണ്ടുള്ള പ്രകൃതി ചികിത്സയാ. ഡോക്ടർ ചെറുപ്പക്കാരിയാണെങ്കിലും
കൈപ്പുണ്യമുള്ളവളാ. ഡോക്ടർ വന്നപ്പോ ശരീരത്തിനൊരു സുഖം. എനിക്ക് സുഖം അനിയാ. ആ, ഓട് 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 ഓട്. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, ഓടിയിരിക്കണം, വൈകുന്നേരം വരെ ഓടിക്കൊണ്ടേയിരിക്കണം. ഓട് 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 ഓട്. ഒരു സംശയം. സംശയിക്കാൻ ഒന്നുമില്ല. ഓട് ഓട് ഓട്. ആ. കണ്ടില്ലേടി നാട് വിറപ്പിക്കുന്ന നിന്റെ ചേട്ടന്മാരെ വിഡ്ഢിവേഷം. ഭാര്യമാരെ മറന്ന് ജീവിക്കുന്ന മന്നാടിയാമാരെ മയക്കാൻ സേതുവിന് ക്ലോറോഫോം ഒന്നും വേണ്ട, മനസ്സിലായില്ലേ? ആ, പിന്നെ നിൽക്കുകയാണ്. ഓട് ഓട് ഓടല്ലേ പറഞ്ഞു. മഹാഭാവി, നീ ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളുടെ ജീവിതം തുലയ്ക്കുമല്ലടാ. എടാ, നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഈ ധൈര്യം? ധൈര്യം കൊണ്ടല്ല, ഫോട്ടോ കൊണ്ട് തൊലച്ചത്. ഫോട്ടോ ആരെയാണെന്നാ? ഞാനാണ്. അവനെ ആ ഫോട്ടോ ഏൽപ്പിച്ചത് ഞാനാണ്. നീയോ? അതെ, ഞാൻ തന്നെ. കല്യാണ പന്തലേക്ക് ആ ഫോട്ടോ കൊടുത്തയച്ചത് ഞാനാണ്. പച്ച കള്ളം. താനല്ല ആ ഫോട്ടോ കൊടുത്തയച്ചത്, അത് കൊടുത്തയച്ചത് ഞാനാ. മാറ്റ കല്യാണം നടത്തി ആർച്ചയെ സ്വന്തമാക്കുമെന്ന് താൻ അങ്ങാടിയിലിട്ട് എന്റെ പൊന്നാങ്ങളമാരെ വെല്ലുവിളിച്ചില്ലേ? താൻ ചെന്ന് നോക്ക്, തന്റെ പെങ്ങളുടെ കഴുത്തിൽ എന്റെ ചേട്ടൻ കെട്ടിയ താലി കിടപ്പില്ലേന്ന്. പക്ഷേ ആർച്ചയുടെ കഴുത്തിൽ തന്റെ താലിയില്ല. തനിക്ക് മാറ്റ കല്യാണം വേണോ അല്ലേ? മൊന്നാടിപുരത്തെ ചാളകളിൽ കാണും 4 കാശിന് വകയില്ലാത്ത പെണ്ണുങ്ങൾ. ചെന്ന് അന്വേഷിക്ക്, അവിടെ നിന്ന് കിട്ടും തനിക്ക് പെണ്ണ്. തനിക്ക് കാണണോ ഈ പന്തൽ അഴിക്കുന്നതിന് മുമ്പ് ആർച്ചയുടെ കഴുത്തിൽ താലി വീഴുന്നത്? തുള്ളി കഴിഞ്ഞോടി. കഴിഞ്ഞെങ്കിൽ പറ, നീ നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങാം. മന്നാടിയാന്മാരുടെ ഉണ്ണിപ്പങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങിയ കുറെ സത്യങ്ങളുണ്ട്. ആങ്ങളമാര് കേട്ടോ, ഇവൾ കൊടുത്തയച്ച ആ കല്യാണ ഫോട്ടോയിലെ ചെക്കൻ ചെങ്കോട്ട വീട്ടിൽ സേതുവാണ്. അതെ, ഈ സേതുരാമൻ. ഞെട്ടണ്ട, നേരാണെന്ന് ചോദിക്കവളോട്. അല്ല, നമ്മൾ പറയട്ടെ. അല്ല അല്ല അല്ല, ഇയാളെ ഞാൻ അറിയുക പോലുമില്ല, സത്യം. പിന്നെ ആ ഫോട്ടോയിൽ കാണുന്ന ആരാടി? അയാളെ തന്നെ അറിയില്ല. ഒരു കോളേജ് നടത്തി അരങ്ങേറിയ രംഗം തന്നെ അറിയിക്കേണ്ട ആവശ്യമില്ല. എടീ, നിന്നെ അയാൾ പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങി പോടാ. ഞങ്ങൾക്ക് ഞങ്ങളെ പെങ്ങളെ വിശ്വാസമാണ്. നിന്നെ ഈ നാട്ടിൽ ഇനി കണ്ടുപോകരുത്. നിന്നെയും പോടാ. ഞാൻ പറയുന്നു. അളിയൻ പോണ്ട. സേതു ഇപ്പൊ എന്റെ അളിയനാ, എന്റെ ബന്ധുവാ. എനിക്ക് അയാളോട് ചില മര്യാദയൊക്കെ ഉണ്ട്. എവിടെയൊക്കെ എനിക്ക് അവകാശമുണ്ടോ അവിടെയൊക്കെ സേതുവിനും ഉണ്ട്. അളിയൻ ഇവിടെ ആരും ഒന്നിനും തടയില്ല. കളിച്ച് കളിച്ച് അങ്കത്തട്ടി കയറി അന്നോടാ കളിക്കുന്നത്. അതേടൂ, സേതു കളിക്കും. തന്റെ കൊച്ചമ്മയില്ലേ ആർച്ച, അവളോട് പോയി പറഞ്ഞേക്ക അവളെ വിറ്റ കാശ് സേതുവിന്റെ കയ്യിലുണ്ടെന്ന്. ഇവൻ ആർച്ചയെ വിറ്റെന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യേ. കളിയിൽ ചേട്ടൻ തന്നെ ജയിച്ചു. പകരം എന്നെ വിൽക്കേണ്ടി വന്നു അല്ലേ? 100,000 പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ കല്യാണം നടത്തിയപ്പോ ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ ചേട്ടനൊരു സ്വാർത്ഥന. സ്വന്തം കാര്യത്തിന് വേണ്ടി അനിയത്തിയെ കുരുതി കൊടുത്ത് മനസാക്ഷി ഇല്ലാത്തവന്. അല്ല, ഒരു ജാതക ഫലം പോലെ ഒന്നിച്ച് ഭവിച്ചതാണല്ല. എന്റെയും നിന്റെയും ജീവിതം നശിപ്പിച്ചത് ഒരേ കൊലയിൽ കുരുത്തവരായിപ്പോയി. നീ രാജേന്ദ്രനെ അറിയുന്നതിന് മുമ്പ് എനിക്ക് ആർച്ചയെ പരിചയമുണ്ടായിരുന്നു. ആർച്ചയെ അല്ല, സുന്ദരിയെ. സുന്ദരി? അതെ, ഞാൻ താലി കെട്ടിയ എന്റെ സുന്ദരിയെ.